BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വലിയ പ്രതീക്ഷയിലിരിക്കുകയാണ് കോൺഗ്രസ്. ഇത്തവണ കേരളം ഭരിക്കാൻ പോകുന്നത് തങ്ങളാണെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് കോൺഗ്രസിന്റെ ഓരോ നീക്കവും മുന്നേറുന്നത്. മറ്റു മുന്നണികളും ഒട്ടും പുറകിലല്ല. ഇത്തവണയും അധികാരത്തിൽ വരുമെന്നു തന്നെയാണ് ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നത്. അതേസമയം തങ്ങൾക്കും പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഭാവി അത്ര സേഫ് അല്ല. തലമുറ മാറ്റവും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി PJ ജോസഫ് മത്സര രംഗത്ത് നിന്നും മാറി നിന്നതും വലിയ ആഘാതമാണ് ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടാക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ആരംഭത്തിൽ തന്നെ നിരവധി പൊട്ടിത്തെറികളായിരുന്നു ഗ്രൂപ്പിൽ ഉയർന്നു വന്നത്. തലമുറ മാറ്റവും ഇതിന്റെ ആഘാതം കൂട്ടിയിരുന്നു. ഇതിനിടയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 10 സീറ്റുകളിൽ 2 കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നു. ഇടുക്കിയും ഏറ്റുമാനൂരുമായിരുന്നു ഇവ. പാർട്ടി മത്സരിക്കുന്ന 8 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പാർട്ടി ചെയർമാനായ PJ ജോസഫ് തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത്. മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ജോസഫ് വിഭാഗത്തിന്റെ വിശ്വാസം. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തൊടുപുഴയിലടക്കം പരാജയ ഭീതിയാണ് ഉയരുന്നത്. അബു ജോൺ ജോസഫ് ആയിരുന്നു തൊടുപുഴയിൽ PJ ജോസഫിന് പകരം മത്സരിച്ചത്. കോതമംഗലം, ഇരിങ്ങാലക്കുട, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, തിരുവല്ല, കുട്ടനാട്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. പരാജയ ഭീതി ഉയരുമ്പോഴും കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡിൽ തങ്ങളും വിജയിച്ചു കയറും എന്നത് തന്നെയാണ് പല നേതാക്കളും പുറമേക്ക് കാട്ടുന്ന അവകാശവാദം. കുട്ടനാടും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെ മത്സരിച്ച 8-ൽ 7 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് ഇവരുടെ വാദം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ജോസഫ് വിഭാഗത്തിന്റെ ഭാവി പ്രവചനാതീതമാകാൻ സാധ്യത ഏറെയാണ്. പരാജയ ഭീതി ഉയരുമ്പോഴും വിജയിച്ചു കയറാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.